ബീങ് എൻ ആർ ജെ, അത് കഴിഞ്ഞിട്ട് യു ഡിസൈഡ് ടു ടേക്ക് അനദർ പാത്ത്, അത് കഴിഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിൽ വരുന്നു, അത് കഴിഞ്ഞ് യു റൈറ്റിംഗ് ബുക്സ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിയറിൽ പല പല ജംഗ്ഷൻസ് നമ്മൾ പോകുന്നുണ്ടല്ലോ. വളരെ പേഴ്സണലായിട്ട് ചോദിക്കുക, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ജംഗ്ഷൻ ഇതിൽ? എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്ക് ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് പബ്ലിക് സ്പീക്കിങ്ങിലാണ്. അതായത് നമ്മളൊരു ഹ്യൂമർ പറയുമ്പോൾ ക്രൗഡ് ജെന്യുവൻലി ചിരിക്കുന്നത് നമുക്ക് അപ്പം അറിയാൻ പറ്റും. അവർക്ക് വെറുതെ ഉണ്ടാക്കി ചിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇമോഷണൽ കോണ്ടന്റ് പറയുമ്പോൾ അവരെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം റൈറ്റ് ട്രൂത്ത്ഫുൾ ഫീഡ്ബാക്കാണ്. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്ന ആൾ ചിലപ്പോൾ വീഡിയോ മൊത്തം കണ്ടിട്ടോ നമുക്ക് എന്ത് ധാരണയുണ്ട്? നമുക്കൊരു ഉറപ്പില്ല. ചേട്ടാ പുസ്തകം അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന ആൾ പുസ്തകം വായിച്ചേണ്ടോന്ന് എന്ത് ധാരണയുണ്ട്? അത് വിമർശനങ്ങളായാലും അപ്രീസിയേഷൻസ് ആയാലും ലൈവ് ഫീഡ്ബാക്ക് കിട്ടുന്ന ഇടം പബ്ലിക് സ്പീക്കിംഗ് ആണ്. അവിടെ നമ്മൾ കുറെ കൂടി ഓർഗാനിക് ആണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്റ്റേജിൽ നിന്ന് ഒരു ഇൻറ്റിമേറ്റ് ക്രൗഡിനോട് സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടം. നമ്മളൊരു 4 ചുവരിനുള്ളിൽ നിന്ന് ഒരു ആർ ജെ പരിപാടി ചെയ്യുന്നതിന് ആ ഫീല് കിട്ടില്ല എന്നുള്ളതാണ്. ആർ ജെയിൽ 2 ടൈപ്പാണുള്ളത്, റെക്കോർഡിങ്ങും ഉണ്ട്, ലൈവും ഉണ്ട്. ലൈവിന് കുറച്ചുകൂടി ഒരു ഫീൽ ഉണ്ട്. നമ്മളൊരു കോൾ എടുക്കുന്നു, സംസാരിക്കുന്നു, ലൈവ് ട്രാഫിക് അപ്ഡേറ്റ് കൊടുക്കുന്നു. നമ്മൾ ആ ലൈവ് ഒരു പാട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പാട്ടാണ് കുറേ ആൾ കേൾക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫീലൊക്കെ ആർ ജെയിലുണ്ട്. എൻ്റെ കൂടുതൽ റെക്കോർഡഡ് ഷോസ് ആയിരുന്നു. ഞാൻ ആദ്യം കൊച്ചിയിൽ മാത്രമായിരുന്നു, പിന്നെ നമ്മുടെ ഷോസിന് കോഴിക്കോടും നമ്മളന്നിങ്ങനെ ഒരു തരം വൈറലാവുന്ന സമയം. അപ്പോൾ എല്ലായിടത്തും ചെറിയ ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഷോയ്ക്ക് വേണ്ടി. അപ്പോൾ റെക്കോർഡ് ചെറിയ ഡിമാൻഡോ അന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അടച്ച് റൂമിൽ നാളെ പോകേണ്ട സ്ഥലം നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കുകയാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ലൈവാണ് പറയുന്നുള്ള ഫീലിംഗ് കൊടുക്കണം. കുറച്ച് കാലം കഴിഞ്ഞ് എൻ്റെ ഷോ ബഹ്റിനിലും ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മഴ പെയ്തെന്ന് പറയാൻ പറ്റില്ല. ബഹ്റിനിലും മഴ പെയ്യുമ്പോൾ നമുക്ക് യാതൊരു പിടുത്തല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാലാവസ്ഥ എന്നേ പറയാൻ പറ്റുള്ളൂ. അത് അവരവരുടെ അവസ്ഥയാണ് അവിടുത്തെ കാലാവസ്ഥ. നമ്മളിങ്ങനെ വാക്കുകളെ ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞു എന്ന് കരുതുക. ഇന്നലത്തെ കളി കഴിഞ്ഞ് ഞാൻ ഇന്ന് ഷോ പോയി, നാളെ ഇറങ്ങി ഇതേ സാധനം ബഹ്റിൻ പോവാം. എനിക്ക് കളിയുടെ കാര്യം പറയുമ്പോൾ ഇന്നലെ നടന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ച് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുള്ള മാച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര നമ്മളെ നേരത്തിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. അതർവൈസ് ആർജിങ് നല്ല ഒരു ജോലി തന്നെയാണ്, നമുക്ക് ഇഷ്ടമുള്ള പരിപാടി തന്നെയാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഒരു നമ്മളെ ലൈവ് എന്നൊക്കെ തോന്നുന്നത് എനിക്ക് സ്റ്റേജിലാണ്. പക്ഷേ ഈ നമ്മളിപ്പം ടോക്സിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കുമായിട്ട് കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അവർക്കൊരു പ്രചോദനമാവുന്ന രീതിയിലാണല്ലോ നമ്മുടെ പല കണ്ടന്റ്സിലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്. അവർക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ ചുമ്മാ ഒരു കൗതുകം കൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ബാക്ക് അടിക്കും എന്നൊരു തോന്നൽ എപ്പോഴും ഡെഫിനറ്റ്ലി 100%. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വൂണ്ടഡ് ഹീലർ എന്നൊരു പ്രയോഗമുണ്ട്. വൂണ്ടഡ് ഹീലർ, മുറിവേറ്റ വൈദ്യൻ. അതായത് ഒരു വൈദ്യൻ ഒരു മകന് വന്നൊരു പേഷ്യന് മുറിവിന് ഇങ്ങനെ മരുന്ന് കൊടുക്കുകയാണ്, ഇത് തേച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറുമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യൻ്റെ ഇവിടെ അതേ മുറിവാണ്, നല്ല ആഴത്തിൽ. ഇതോ ഞാനും തേച്ചേക്കാണ് മാറുമായിരിക്കും എന്ന് പറയുന്നൊരു, ചിലപ്പോൾ പണ്ട് ഇതുപോലെ ഞാൻ തേച്ചിട്ട് മാറിയിട്ടുള്ളതാണ്, ഇത് രണ്ടാമതൊന്നും മുറിവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും വിചാരം നമ്മളേറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ആശയങ്ങൾ പറയുന്നതെന്നുള്ളതാണ്. അത് വലിയ തെറ്റിദ്ധാരണയാണ്. എൻ്റെ വാചകങ്ങൾ എന്നെ സഹായിക്കാതിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ഞാൻ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകളുടെ കം ഓൺ, ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് മീ. പക്ഷെ അതേസമയം അത് ആരെയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വാചകത്തിന് അതേത് സമയത്ത് ഒരാളെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ എവറി ബ്രേക്കപ്പ് ഇസ് എ വേക്കപ്പ് കോൾ എന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്, സോ വേക്കപ്പ് എന്ന് പറയുന്ന വാചകം ചില ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് ഉപകാരപ്പെട്ടില്ല, എനിക്ക് ബ്രേക്കപ്പ് വന്നത്. അപ്പോൾ നമ്മൾ വേദനയോടുകൂടിയും മനസ്സിലാക്കുന്ന പ്യുവറായിട്ടുള്ള റിയലൈസേഷൻ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഉപകാരപ്പെടുന്ന ആരൊക്കെയോ അവിടെ ഇവിടെയൊക്കെയോ ഉണ്ട്, ഉപകാരപ്പെടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് എപ്പോഴും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.